UK താരപ്പൊലിമയിലേക്ക് റേഡിയോ ലൈവിന്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്കൊപ്പം അർജന്റീനയാണ്. ഇന്നത്തെ താരപ്പൊലിമയിലെ താരം ആരാണെന്ന് അറിയട്ടെ? ഒരു സകല കലാ പ്രതിഭയാണ് കേട്ടോ ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. മ്യൂസിക് ഡയറക്ഷൻ, ഫിലിം ഡയറക്ഷൻ, പിന്നെ നല്ലൊരു പാട്ടുകാരൻ കൂടെയാണ്. ആരാണെന്നല്ലേ? നമ്മുടെ ബ്ലെസൻ തോമസ് ആണ് ഇന്നത്തെ UK താരപ്പൊലിമയിൽ എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ നമസ്കാരം ബ്ലെസൻ. റേഡിയോ ലൈവിലേക്കും അതുപോലെ തന്നെ UK താരപ്പൊലിമയിലേക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എങ്ങനെ പോകുന്നു മ്യൂസിക് ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു? ഹായ്, ഹലോ അനീന. വളരെയധികം സന്തോഷം. നല്ല വലിയൊരു ഇൻട്രോ തന്നതിനും എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിനുമൊക്കെ. മ്യൂസിക് ജീവിതമൊക്കെ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്ലെസൻ തോമസിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ UK താരപ്പൊലിമയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലെസന്റെ അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് എൽ എന്നൊരു മൂവിയാണല്ലേ. എന്നാണ് ഈ ഒരു എൽ മൂവിയുടെ റിലീസിങ് എന്നാണ് വരുന്നത്? അതുപോലെ തന്നെ ഈ ഒരു മൂവിയിലുള്ള സോങ്സ് ഒക്കെ ബ്ലെസൻ തന്നെയാണല്ലോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര സോങ് ഒക്കെയാണ് ഈ ഒരു മൂവിയിലുള്ളത്? അതെ, എല്ല് മൂവി 5-ാം തീയതി റിലീസാണ്. അത് ഭയങ്കര വലിയ ലാർജ് സ്കെയിൽ ഒരു വർക്കൊന്നും അല്ല അത്. പക്ഷെ ചെയ്തേക്കുന്ന വളരെ ഡീസൻ്റ് ആയിട്ടും ഭയങ്കര മനോഹരമായിട്ടും ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. മ്യൂസിക് 4 സോങ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് പാടിയിരിക്കുന്നത് നജീം അർഷാദ്, അരവിന്ദ്, ഐഡിയ സ്റ്റാർ സിംഗറിലെ ഈ സീസണിലുള്ള അരവിന്ദ്, അതുൽ സെബാസ്റ്റ്യൻ, അഞ്ജന, അങ്ങനെ കുറച്ച് നല്ല ടാലൻ്റ് ആയിട്ടുള്ള സിംഗേഴ്സൊക്കെയാണ് പാടിയിരിക്കുന്ന. പാട്ടുകളൊക്കെ ഞാൻ അത്യാവശ്യം കോൺഫിഡൻ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് ഞാനല്ല പറയേണ്ടത്, പ്രേക്ഷകർ തന്നെ അതിന് വിലയിരുത്തട്ടെ. അതെ, എന്താണെങ്കിലും ബ്ലെസൻ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരാണ് ഓരോ സിനിമയും വിലയിരുത്തേണ്ടത്. ബ്ലെസനോട് എനിക്കിനി ചോദിക്കാനുള്ള ഒരു കാര്യം, ഞാൻ ബ്ലെസന്റെ ഒരുപാട് മ്യൂസിക് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുടക്കം ശരിക്കും എവിടെ നിന്നിട്ടായിരുന്നു? ഈ പറയുന്ന മ്യൂസിക് പ്രോഗ്രാംസിൽ നിന്നായിരുന്നു തുടക്കം. അതുപോലെ തന്നെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഫിലിം ഡയറക്ഷനിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ എൽ എന്ന മൂവിയെ കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും പുതിയ സിനിമകൾ റിലീസിനായിട്ട് ഒരുങ്ങുന്നുണ്ടോ? അതെ 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 ഇപ്പം പ്രോഗ്രാംസിലാണ് തുടങ്ങിയത്. അങ്ങനെ ഇപ്പം മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ലേബിൾ ഒന്നിൽ നിൽക്കുന്നു. നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറെ 2 പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വന്നിട്ട് അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. കുണ്ടലപുരാണം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്ത് അത് കഴിഞ്ഞു. അതെനിക്ക് തോന്നുന്നത് ഒരു 2 months തന്നെ റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് അത്യാവശ്യം ഒരു വലിയ പടം തന്നെയാണ്. അത്യാവശ്യം നമ്മുടെ അഭയഹിരൺമയി, ജാസിഫ്റ്റ്, ശരത്ത്, അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് പാടിയിട്ടുണ്ട്. നല്ല നല്ല പാട്ടുകളും ഉണ്ട്. പിന്നെ ഞാനല്ലല്ലോ നല്ല പാട്ടാന്ന് പറയേണ്ടത്, പ്രേക്ഷകരെ അതിനെ വിലയിരുത്തട്ടെ. എനിവേ വെയിറ്റിംഗ് ആണ്. ബാക്കി ഞാനും എക്സൈറ്റഡ് ആണ് ബാക്കി വർക്കുകൾ ഇറങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബ്ലെസൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കം ശരിക്കും മ്യൂസിക് പ്രോഗ്രാംസിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മ്യൂസിക് പ്രോഗ്രാമിൽ നിന്ന് തുടങ്ങി മ്യൂസിക് ഡയറക്ഷനായി, അത് കഴിഞ്ഞിപ്പോൾ ആ ഫിലിം ഡയറക്ഷനിലാണ് എത്തി നിൽക്കുന്നത്. ഈ ഒരു മ്യൂസിക് ഡയറക്ഷനിൽ നിന്ന് ഫിലിം ഡയറക്ഷനിലേക്കുള്ള ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? പണ്ട് മുതലേ എനിക്ക് കഥകളും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എഴുതി വെക്കുക, കുറിച്ച് വെക്കുക, അതൊക്കെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഹോബിയായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ കഥകൾ സ്ക്രീനിൽ കാണുന്നത് എപ്പോഴും ഭയങ്കര എനിക്ക് ഒരു കിക്ക് തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നീട് വന്ന് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ മ്യൂസിക് ഡയറക്ഷൻ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ ഏതൊക്കെയോ ഒരു എന്താ പറയുക, ഒരു പോയിന്റിൽ അവിടെ നിന്നും ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിലെത്തി. അതിൽ നിന്ന് ആൾക്കാർ തന്ന ഒരു പ്രചോദനം വെച്ചിട്ട് അടുത്ത ഷോർട്ട് ഫിലിം ചെയ്തു, പിന്നെ ചെയ്തു. അങ്ങനെയാണ് 3 ഷോർട്ട് ഫിലിംസ് എത്തിയത്. അപ്പോൾ ഇനിയും പടത്തിലും എത്താനുള്ള ഒരു ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഉള്ളത്. അതാണ് ഫിലിം ഡയറക്ടർ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അതെ, അങ്ങനെ ആഗ്രഹം കൊണ്ട് ഫിലിം ഡയറക്ഷനിൽ എത്തി. ഇപ്പതാ ഫിലിം ഡയറക്ഷനിലും കഴിവ് തെളിയിച്ച് നിൽക്കുകയാണല്ലേ. ബ്ലെസന്റെ 2021 ഇറങ്ങിയിട്ടുള്ള സ്പൈവെയർ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഞാൻ കണ്ടായിരുന്നു. ബെസ്റ്റ് സയൻസ് ഫിക്ഷൻ അവാർഡും കൂടെ ആ ഒരു ഷോർട്ട് ഫിലിമിന് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടതിൻ്റെ ഒരു ഇതിൽ ഞാൻ ചോദിക്കുകയാണ്, അത്തരത്തിലൊരു ടൈപ്പ് ഷോർട്ട് ഫിലിം പൊതുവെ ആരും അങ്ങനെ എടുത്ത് കണ്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ടൈപ്പ് ഷോർട്ട് ഫിലിം എടുക്കാനുള്ള കാരണം? അതുപോലെ തന്നെ ഇനിയിപ്പോൾ പുതുതായിട്ട് ബ്ലെസൻ സിനിമയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് മൂവീസ് ചെയ്യാനാണ് ഇഷ്ടം? സ്പൈവെയർ ആണെങ്കിലും ലോക്ക്ഡിൻ ആണെങ്കിലും ബേൺഡ്, അതെല്ലാം അത് കാണുമ്പോൾ തന്നെ എൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അത് മനസ്സിലാവും. എനിക്കൊരു ഫിക്ഷണൽ ആയിട്ടുള്ള നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നൊരു കിക്കുണ്ട്. ബുക്ക് വായിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ബുക്ക് വായന, അത് അക്ഷരങ്ങൾ നമ്മുടെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് അതൊരു ബുക്ക് വായിക്കുന്ന പോലെ അവരുടെ ആത്മാവുമായിട്ട് അത് എപ്പോഴും കണക്ട് ആവണം.
അല്ലാതെ അവരുടെ ശരീരത്തിൽ കുറച്ച് ഇത് തോന്നുന്നു അങ്ങനത്തെ ഒരു കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ അകത്തെ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പുതിയൊരു എൻലൈറ്റ്മെൻറ്റ് നൽകണം, അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് ആത്മാവുമായിട്ട് സംസാരിക്കുന്ന കഥകൾ സിനിമയാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ കഥകളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ബ്ലെസ്സിനോട് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണല്ലോ ഫിലിം ഡയറക്ഷൻ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത്. ബ്ലെസ്സിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കൈകടത്തിയ മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. മ്യൂസിക് ഡയറക്ഷനിലാണെങ്കിലും ഫിലിം ഡയറക്ഷനിലാണെങ്കിലും നല്ലൊരു സിംഗറും കൂടെയാണ്. അപ്പോൾ ഇനി വരുന്ന തലമുറയോട്, അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് മ്യൂസിക് ഡയറക്ഷൻ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട്, ഇതിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? ബ്ലെസ്സിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഒരു അഡ്വൈസ്. എല്ലാത്തിലും സക്സസ് ആയി എന്ന് അങ്ങ് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും എന്താ പറയുക, ഒരു സക്സസ്സിലേക്കുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നതൊന്നും എനിക്ക് എന്താ പറയുക, ഞാൻ ആയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഒരുപാട് പഠിക്കാനും ഒരുപാട് ചെയ്യാനും ഉണ്ട്. പിന്നെ എല്ലാത്തിനും പുതിയ ആൾക്കാരോട് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പം എന്താ പറയണേ, ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളുണ്ട്, ആളുടെ ശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ കൂടെ പോകുന്നത്, അതാണ് മ്യൂസിക്കായിട്ട് വരുന്നത്. അപ്പം എല്ലാത്തിനും നമ്മളെ സൃഷ്ടിച്ച ആൾക്കൊരു പർപ്പസ് ഉണ്ട്. അപ്പം അതിനൊക്കെ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ആ ടൈമിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, എല്ലാം ഒബ്സർവ് ചെയ്യണം. ഞാൻ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതെ, സമയമാകുമ്പോൾ എല്ലാം അതിൻ്റെതായ വഴിക്ക് അങ്ങ് നടക്കും. എന്താണെങ്കിലും ബ്ലെസ്സിന്റെ ഇനി വരുന്ന സിനിമകൾക്ക്, അതായത് റിലീസിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സിനിമ എൽ എന്ന മൂവി, അതുപോലെ തന്നെ കുണ്ടല പുരാണം എന്ന മൂവി, ഈ സിനിമയൊക്കെ സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ഇനിയും പുതിയ പുതിയ സിനിമകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് പുതിയ സിനിമകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ പാട്ടിൻ്റെ ലോകത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകൾ ഇനിയും നിർമ്മിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഇത്രയും നേരം റേഡിയോ ലൈമിന്റെ ശ്രോതാക്കൾക്കൊപ്പം ചെലവഴിച്ചതിന് റേഡിയോ ലൈമിന്റെ പേരിലും എൻ്റെ പേരിലും ഒരുപാട് നന്ദി. ഇനി മറ്റൊരു താരവുമായിട്ട് അടുത്ത ആഴ്ച താരപ്പൊലിമയിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാ ശ്രോതാക്കൾക്കും ടാറ്റാ ബൈ ബൈ. സൈനിങ് ഓഫ് ആർജെ അനീന. ഇത് റേഡിയോ ലൈവ്, ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.